തെരുവുനായ പ്രശ്നം ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കടിയേൽക്കുന്നു, മരിക്കുന്നു. പ്രതിരോധ വാക്സിനുകൾ പോലും വർക്കാവുന്നില്ല. അപ്പോൾ തെരുവിലെ നായ്ക്കളല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളാണ് പ്രധാനം എന്നുള്ള മുദ്രാവാക്യമൊക്കെ ജനങ്ങൾ പലതവണ മുഴക്കി കഴിഞ്ഞു. കുട്ടികളാണ് വലുത്, പട്ടികളല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടതാണ്. വഴിയിലൂടെ നടന്നു പോകുന്നവരെ പെട്ടെന്നൊരു പട്ടി ഒന്ന് ആക്രമിക്കുക. തെരുവ് നായകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഹൈക്കോടതി ചോദിക്കുകയാണ്, ഈ തെരുവ് നായകൾ കടിച്ച ആൾക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമല്ലോ. വന്യജീവി ആക്രമണത്തിൽ ഈ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്നത് പോലെ ഇതിനെ ഒരു സംസ്ഥാന ദുരന്തമാക്കി കഴിഞ്ഞാൽ കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ? ഇതുപോലെ തന്നെ ഇതിനെ പരിഹരിക്കാൻ എന്തോ ഒരു മാർഗം? തെരുവുപട്ടി വിഷയം വലിയ രൂക്ഷമായ പ്രശ്നമാവുകയാണ്. അല്ല, എനിക്ക് തോന്നുന്നത് കോടതി എന്തുകൊണ്ടാണ് ഇത് ഒരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചുകൂടെ എന്ന് ചോദിച്ചത് എന്നത് തന്നെ ഞെട്ടിച്ച കാര്യമാണ്. കാരണം കോടതി അങ്ങനെ ചെയ്താൽ അത് സമൂഹത്തിനുണ്ടാക്കുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളതാണ്. നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി നമ്മൾ തെരുനായകൾക്ക് നിന്നു കൊടുക്കണം. തെരുനായ വരുന്നത് കടിച്ചു, എന്നെ കടിക്കൂ പട്ടി എന്ന് പറഞ്ഞിട്ട് പട്ടിയെ കൊണ്ട് കടിപ്പിച്ചിട്ട് നമ്മൾ സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങണം. എന്താണ് അതിൻ്റെ യുക്തി? എന്താണ് കോടതി അങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ തുകയുണ്ടെങ്കിൽ പട്ടികളെ ഒഴിവാക്കാൻ പറ്റുന്ന സംവിധാനം. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? തെരുനായകളെ ഇല്ലാതാക്കുക. നേരത്തെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 2000-ന് മുമ്പ് ഒക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്കീമുണ്ടായിരുന്നു. തെരുനായകളെ പിടിക്കുക, ഇല്ലായ്മ ചെയ്യുക, തെരുനായകളെ കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു വാചകം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് പക്ഷേ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. നായപിടുത്തക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ അന്ന് നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ വരും, നായയെ പിടിക്കും. അങ്ങനെ തെരുനായകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമായിട്ട് മാറുന്ന ഒരു സാഹചര്യം അക്കാലം വരെ നിലനിന്നിരുന്നു. അതിനുശേഷമാണ് മൃഗസ്നേഹികൾ വരികയും മേനകാ ഗാന്ധി വന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഗുരുതരമായിട്ടുള്ള കുറ്റമായിട്ട് കണക്കാക്കപ്പെടുകയും ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മളെ ഓടിച്ചിട്ട് കടിക്കാൻ വരുന്നതായിട്ടുള്ള ഒരു പേപ്പട്ടിയെ നമ്മൾ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൃഗസ്നേഹികളെല്ലാം കോടതിയിൽ ചെല്ലുകയും കോടതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോലീസിന് നിർദ്ദേശം കൊടുക്കും, അതിനെ തിരഞ്ഞെടുത്ത് പരിശോധിക്കൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ തല്ലിക്കൊന്ന ആളുകൾ എന്ന് പറയുന്നവർക്കെതിരെ കേസെടുക്കും. ഇങ്ങനെയാണ് കോടതിയും കോടതിയുടെ നിയമങ്ങളൊക്കെ പോകേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. കോടതിക്ക് വളരെ കൃത്യമായിട്ട് നിലപാട് ഈ കാര്യത്തിൽ എടുക്കാവുന്നതാണ്. പേപ്പട്ടികളെ വളർത്തേണ്ട ഒരു ബാധ്യതയും ഒരു സമൂഹത്തിനുമില്ല എന്നുള്ളതാണ്. അങ്ങനെ പേപ്പട്ടികളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തെരുനായകളെ ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാക്കുക, അതിനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് തെരുവുനായ കടിച്ചു അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം ഉണ്ടാക്കണം, അതിനുവേണ്ടി ഇതൊരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചുകൂടെ എന്ന് സർക്കാരിനോട് ചോദിക്കലല്ല കോടതി ചെയ്യുന്നത്. കോടതി യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കണം എന്ന് മനസ്സിലാക്കി സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയായിട്ടുള്ള സമീപനം. കോടതികൾ നമ്മളുടെ ഒരു രക്ഷാസ്ഥാപനമായി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന സമയത്താണ്. അതല്ലാതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കോടതി നിസ്സഹായാവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. കോടതി നിസ്സഹായാവസ്ഥയിലാവരുതേ. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസാനത്തെ അത്താണി എന്ന് പറയുന്നത്, അവസാനത്തെ ആശ്രയം എന്ന് പറഞ്ഞ കോടതിയാണ്. അതുകൊണ്ട് കോടതി കൃത്യമായിട്ട് വളരെ ക്രിയേറ്റീവ് ഡിസിഷൻസ് ഈ കാര്യത്തിൽ എടുക്കണം. തെരുനായയുടെ കേസിൽ അങ്ങനത്തെ ഡിസിഷൻ വരണം, അതിനെ ഇല്ലാതാക്കണം. അതിനെ ഇല്ലാതാക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. എത്രയോ കോഴികളെയാണ് ഓരോ ദിവസവും ഇവിടെ കൊന്നു മനുഷ്യൻ തിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷിസ്നേഹികൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റുമോ? എത്രയോ പശുക്കളെയും അതേപോലെ തന്നെ പോത്തുകളെയും ഒക്കെ കൊന്നുവരെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും കൊന്ന് തിന്നുകയല്ലേ ചെയ്യുന്നത് സമൂഹം. നിങ്ങളൊരു കാര്യം മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഇവരെ നിർദ്ദേശിക്കും. ഇപ്പം നാഗാലാൻഡിലേക്കാണ് പട്ടികളെ കൊന്നവർ തിന്നും. കാരണം അവരുടെ രീതി അതാണ്. ഒന്നില്ലെങ്കിൽ നമ്മളുടെ ആളുകളൊക്കെ ഇതിനെ കൊന്ന് തിന്നട്ടെ, അതല്ലെങ്കിൽ ഇതിനെ ഇല്ലാതാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കട്ടെ. കുട്ടികൾ വെറുതെ വഴിയിൽ നടന്ന് ഈ പട്ടികടി കൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെക്കാൾ എത്രയോ കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യമാണ് പട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ കർശനമായിട്ടുള്ള നടപടി കോടതി കാര്യത്തിൽ എടുക്കണം. അതായത് നിങ്ങൾക്ക് സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പട്ടികളെ വളർത്തണമെങ്കിൽ അവർ വളർത്തട്ടെ, ലൈസൻസർ പട്ടികൾ മാത്രം. അപ്പോൾ തെരുവ് നായ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ആരും ഇത് ഉണ്ടാക്കിയത്? ഈ തെരുവ് നായകളെ ഉണ്ടാക്കിയത് ഈ മനുഷ്യരാണ്. മനുഷ്യരവരുടെ വീട്ടിലെ വളർത്തി അതിനെ സ്വതന്ത്രമായി വിട്ട് തെരുവിൽ അലയാൻ വിടുകയും അതിനെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യരുടെ സംരക്ഷണ നിരാസത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട പ്രതിഭാസമാണ് തെരുവ് നായ. ഒന്നില്ലെങ്കിൽ തെരുവ് നായകളെ ഇല്ലായ്മ ചെയ്യണം.
അല്ലെങ്കിൽ അവയെ ലൈസൻസർ പട്ടികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കി അങ്ങനെ മാറ്റുക. നമ്മുടെ കുട്ടികൾക്ക് തെരുവിൽ നടന്ന് ഈറ്റങ്ങളുടെ കടികൊള്ളാനായിട്ടുള്ള ഒരു വിധി ഒരിക്കലും ഉണ്ടാക്കരുതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതായത് ഇത് സാധാരണ ഒരു പ്രശ്നമായിട്ട് ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം കുട്ടികളുടെ ജീവൻ അപഹരിക്കുന്ന നിലയിലേക്ക് ഈ പട്ടി പ്രശ്നം മാറിയിട്ടുണ്ട്. മുമ്പ് നമുക്കറിയാം പല പ്രദേശങ്ങളിലും ജനങ്ങൾ സംഘടിക്കുകയും പട്ടികളെല്ലാം അടിച്ചു കൊല്ലുകയും കുഴിച്ചു മൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രതിഷേധങ്ങൾ, അതിൻ്റെ പേരിൽ കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഈ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ ഈ പറയുന്ന ചില സസ്യങ്ങളുടെയൊക്കെ വേരിട്ട് വേവിച്ച മാംസം കൊടുത്തു കഴിഞ്ഞാൽ പട്ടി കഴിച്ചിട്ട് പട്ടി കഴിക്കുക ചത്തുപോവുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് നിരന്തരമായിട്ട് ഈ പറയുന്ന പട്ടികളെ ഒരുപാട് കൊല്ലുന്നതുണ്ടായി. എനിക്ക് കൊല്ലുന്നതിനോട് യോജിപ്പില്ല. എങ്കിലും പക്ഷേ അതല്ലാതെ വേറെ മാർഗം ഉണ്ടാകില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. തോക്കും എടുത്തുകൊണ്ട് ഒരു രക്ഷിതാവ് കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നു. എയർഗണ്ണായിരുന്നുവെങ്കിലും അതും വിവാദമായി. അപ്പോൾ ഈ പറയുന്ന പട്ടികളെ ഒഴിവാക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ അതിനെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് കുട്ടികളെ പട്ടിക്കുട്ടിയാണെങ്കിൽ അഡോപ്റ്റ് ചെയ്യുക. അല്ലാത്തതിനെ പിടിച്ചുകൊണ്ടുപോയി സർക്കാർ ഷെൽട്ടർ തുടങ്ങി അവിടെ ആക്കുകയല്ലേ വേണ്ടത് ശരിക്കും? അല്ല, സർക്കാരിനൊന്നില്ലെങ്കിൽ ഇങ്ങനെ പട്ടികളുടെ ഒരു കേന്ദ്രം തുറന്ന് തെരുവിൽ നടക്കുന്നതായിട്ടുള്ള മുഴുവൻ പട്ടികളെയും പിടിച്ചുകൊണ്ട് അതിനകത്തിടുക, പിന്നെ വന്ധ്യംകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ആണ് ഇതിനകത്ത് മൃഗസ്നേഹികൾ നിർദ്ദേശിക്കുന്നത്. നായ പ്രസവിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അത് വന്ധ്യീകരണത്തിൻ്റെ തന്നെ ശാസ്ത്രീയതയെ വെല്ലുവിളിക്കുന്നൊരു കാര്യമാണ്. കാരണം അതിൻ്റെ തകരാറാണ്. ശരിക്കും പറഞ്ഞാൽ ആ ശസ്ത്രക്രിയയുടെ തകരാറ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് മനുഷ്യരിലൊക്കെ സംഭവിച്ച പല പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളായിട്ട് തന്നെ രൂപപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ വരുന്ന അബദ്ധങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം ഇതിനെ സമ്പൂർണ്ണമായിട്ട് വന്ധ്യീകരണത്തിന് വിധേയമാക്കുക. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു പ്രത്യേക പീരീഡ് കഴിയുമ്പോൾ പട്ടികളില്ലാതാവും, തെരുവ് പട്ടികളില്ലാതാവും. വീട്ടിൽ വളർത്തുന്നവർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമല്ലോ. അപ്പോൾ അവർ അങ്ങനെ പോകും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. വളരെ കർശനമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. മുന്തിയ നായ്ക്കൾ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ നാടൻ പട്ടികളെ പരിയാ ഡോഗ്സ് എന്ന് പറയും, ഇന്ത്യൻ പരിയാ ഡോഗ്സ് എന്നാണ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഈ പട്ടികൾ അറിയാൻ പറ്റും, ഇതിനെയൊക്കെ പുറത്താക്കിയത്. ഇപ്പം നേറ്റീവ് ബ്രീഡുകളുണ്ട്. ഈ പറയുന്ന ചിപ്പിപ്പാറ, കന്നി, കൊമ്പൈ അതുപോലുള്ള നായ്ക്കൾ, ഈ കുത്ത, അങ്ങനത്തെ ബുള്ളി കുത്ത എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഇന്ത്യൻ ഡോഗ്സിൽ തന്നെ പ്രത്യേക ജനുസുകളുണ്ട്, അതിനെയൊക്കെ വളർത്തുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന ശബരിമല മേഖലയിലൊക്കെ തന്നെ വലിയ പ്രത്യേകതരം വേട്ടപ്പട്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ തുറപ്പട്ടി, മലപ്പട്ടി എന്നൊക്കെ പറയുന്നത്, കോലുവരയൻ എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ തന്നെ തനി നാടൻ ബ്രീഡുകളുണ്ട്. ഈ പരിയാ ഡോഗുകൾ അല്ലാത്തത്, പരിയാ ഡോഗ് എന്ന് പറഞ്ഞാൽ നാടൻ പട്ടികൾ അതല്ലാത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഡോഗുകളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് വീട്ടിൽ വളർത്താൻ തുടങ്ങിയപ്പോഴാണ് ഇതിനൊക്കെ പുറത്താക്കി. ഉത്തരേന്ത്യയിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പശുക്കൾ അലഞ്ഞ് നടക്കുന്നു. പശുക്കൾ അലിഞ്ഞ് നടക്കുക. ഈ അലിഞ്ഞ് നടക്കുന്ന പശുക്കൾ ചിലപ്പോൾ ദേഷ്യം വന്ന് ആരെങ്കിലേക്ക് ഇടിക്കുകയും അതിന് പട്ടിണി ഉണ്ടാകുമ്പോൾ ദേഷ്യപ്പെടുക എന്നുള്ള സാധ്യതയും. ഇപ്പോൾ കേരളത്തിൽ അതേ അവസ്ഥയല്ലേ? ഉത്തരേന്ത്യയിൽ പശുക്കളാണ് അലിഞ്ഞ് നടക്കുന്നതെങ്കിൽ ഇവിടെ പട്ടികളാണ്. രണ്ടും സാമൂഹിക പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു മാർഗം. ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കുക, കൊല്ലാൻ പറ്റില്ല, കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ല. അതിന് വേണ്ടി സർക്കാർ ഈ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്ന തുക അതിനുവേണ്ടി മാറ്റിവെച്ചാൽ ശരിയാകില്ലേ? അല്ല, ഞാൻ പറയുന്നത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ കൊല്ലുന്നു എന്ന് പറയുന്നത് ഇത് ഈ ഒരു നമ്മുടെ പുതിയ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കൊല്ലാൻ പാടില്ല എന്ന് പറയാം. നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എന്തിനാണ് കോഴിയെ കൊല്ലുന്നത്? പക്ഷെ അത് ഒരു മറുപടി ഉണ്ട് സാർ, അത് ആഹാരത്തിന് വേണ്ടിയിട്ടല്ലേ കൊല്ലുന്നത്. ഇതിനെ എങ്കിൽ കൊന്ന് നിങ്ങൾ തിന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, പക്ഷേ പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ നമ്മൾ ഈ രാഷ്ട്ര നിർമ്മാണവും നമ്മുടെ കോടതി, പോലീസ്, എല്ലാ സംവിധാനങ്ങളും മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളക്ക് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഗുണ്ടായുസത്തിൽ കഴിഞ്ഞുകൂടാമായിരുന്നു. അല്ല, നിസ്സാരമല്ലേ സാർ? പട്ടിയെ പിടിക്കുക, കൊണ്ടുവന്ന് ഷെൽട്ടർ ഹോമിലാക്കുക എന്നുള്ളതല്ലേ? പട്ടിയെ പിടിക്കുക, ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടാക്കുക. അത് ചെയ്യണമല്ലോ. വലിയ ഫണ്ട് വേണ്ടി വരുമോ അതിന്? സർക്കാരിന് എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത്? ഇത്രയും വലിയ മിഷനറിയും സംവിധാനങ്ങളും ഉള്ള പോലീസ്. അത് ഫോക്കസ് ചെയ്താൽ ഈ പ്രശ്നം തീരും. ഫണ്ടൊക്കെ ആളുകളിൽ നിന്ന് വേണമെങ്കിൽ സംഭരിക്കാനായിട്ട് വരും. ആളുകൾ പൈസ കൊടുക്കാനൊക്കെ തയ്യാറാണ്. ഇവരതിനുള്ള സംവിധാനം ഉണ്ടാക്കണം, അത് കർശനമായിട്ട് നടപ്പിലാക്കണം. ഈ വാക്സിൻ മാഫിയന് പിന്നിൽ പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും സാധ്യത? ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരു വർഷം നായകടി കേൾക്കുന്നു. അപ്പോൾ ആയിരക്കണക്കിന് വാക്സിൻ എല്ലാ ഇടങ്ങളിലും മാഫിയകളുണ്ട്. നിങ്ങൾക്ക് പണം കിട്ടാനായിട്ടുള്ള വഴി എവിടെയുണ്ടോ അവിടേക്ക് ഇത് വരും. അത് മുഴുവൻ മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളുമായിരിക്കും. വാക്സിൻ മാഫിയ ഉണ്ടാവും. ആ വാക്സിൻ മാഫിയയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും പരാതികൾ വരുന്നുണ്ട്. വാക്സിനേഷൻ നടത്തിയാലും ആ കുട്ടി ചത്തുപോകുന്നു എന്നുള്ളത്. പേപ്പട്ടി അടിച്ചൊരു കുട്ടി മരിക്കുന്നത്
വാക്സിനേഷൻ എടുത്തിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. അതെ. അത് മുമ്പില്ലാത്ത ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ആ മാഫിയയും പ്രവർത്തിക്കുന്നുണ്ടാവാം എല്ലാ മേഖലയിലും. ഇതിലൊക്കെ കർശനമായ നിലപാടെടുക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ നമ്മളുടെ ഭരണകൂടം മാറണം, ഭരണ സമൂഹം അങ്ങനെ ആവണം. അങ്ങനെ ആക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഇവരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെയുണ്ട് എന്നുള്ളതാണ്. കർശനമായ നടപടിയാണ് ഈ കാര്യത്തിൽ വേണ്ടത്. അതല്ലാണ്ട് ഇത്തരത്തിൽ നഷ്ടപരിഹാരത്തിന് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോടതി വിധികൾ നമുക്ക് ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.